അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 7ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, മസായിലുൽ ഫിഖഹിലെ 3ാമത്തെ പാഠം വായന. അദ്ദർസു സാലിസ്. സുബ്ബു അലിഹ ദനൂബം മിമ്മാ. അതിനു മുകളിൽ ഒരു ബക്കറ്റ് വെള്ളം നിങ്ങൾ ഒഴിക്കൂ. ഒരു അഅറാബി മസ്ജിദിൽ മൂത്രമൊഴിച്ചു. ജനങ്ങൾ അദ്ദേഹത്തിന് നേരെ തിരിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അദ്ദേഹത്തെ വിട്ടേക്കൂ. മൂത്രമൊഴിച്ച സ്ഥലത്ത് ഒരു ബക്കറ്റ് വെള്ളം ഒഴിക്കൂ. സ്വഹാബികൾ ആ സ്ഥലത്ത് വെള്ളമൊഴിച്ചു. മൂത്രം നജസാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വെള്ളമൊഴിക്കാൻ കൽപ്പിച്ചത്. എന്താണ് നജസ്? നിസ്കാരത്തിന്റെ സാധുതക്ക് ഭംഗം വരുത്തുന്ന മലിന വസ്തുവാണ് നജസ്. മൂത്രം, കാഷ്ടം, രക്തം, ചലം, മദിയ്, വദിയ്, ആമാശയത്തിൽ നിന്നുള്ള ഛർദിൽ, മൃഗങ്ങൾ തികട്ടിയരച്ചത്, ഇഴജന്തുക്കളുടെ വിഷം, മത്സ്യം, ജറാദ് എന്നീ ജീവികളുടേതല്ലാത്ത ശവങ്ങൾ, നായ, പന്നി തുടങ്ങിയവ നജസാണ്. ഭക്ഷിക്കൽ ഹലാലല്ലാത്ത മനുഷ്യേതര ജീവികളുടെ പാൽ, ശവത്തിന്റെ പാൽ, ആമാശയത്തിൽ നിന്ന് വരുന്ന കഫം, കേല, തിന്നാൻ പറ്റാത്ത ജീവികളുടെയോ തിന്നാൻ പറ്റുന്ന ജീവിയുടെ ശവത്തിൻ്റെയോ രോമം, തൂവൽ എന്നിവയും നജസാണ്. ചില നജസ്സുകൾ അഫൂ ചെയ്യപ്പെടുന്നവയാണ്. നജസായ അല്പം രോമങ്ങൾ, നജസിന്റെ അല്പം പുക, പൊടി, ഈച്ചയുടെ കാലിലെ നജസ്, സാധാരണ നിലയിൽ കാണാൻ കഴിയാത്ത നജസ് എന്നിവ അഫൂ ചെയ്യപ്പെടുന്നവയാണ്. വെള്ളത്തിൽ മാത്രം ജീവിക്കുന്ന മത്സ്യം പോലെയുള്ള ജീവികളുടെ കാഷ്ടം, ഒലിക്കുന്ന രക്തമില്ലാത്ത ചെള്ള്, പേൻ തുടങ്ങിയവയുടെ ശവം മുതലായവ വെള്ളത്തിൽ മാത്രം അഫൂ ചെയ്യപ്പെടുന്നവയാണ്. മാംസത്തിൽ ശേഷിക്കുന്ന രക്തം, പഴത്തിൽ നിന്നുണ്ടായ പുഴു, ചെറിയ മത്സ്യങ്ങളുടെ വയറ്റിലെ മാലിന്യം, നജസായ വെണ്ണീരിൽ നിന്ന് പാറിയ പൊടി, ജീവികളുടെ അകിടിലെ കുറഞ്ഞ നജസ് തുടങ്ങിയവ ഭക്ഷണത്തിൽ അഫൂ ചെയ്യപ്പെടുന്നതാണ്. ഒലിക്കുന്ന രക്തമില്ലാത്ത ജീവികളുടെ രക്തം, മുറിവുകളിലെയും വ്രണങ്ങളിലെയും രക്തം, മറ്റൊരാളുടെ കുറഞ്ഞ രക്തം, ഊൻ പൊട്ടി വരുന്ന രക്തം തുടങ്ങിയവക്ക് നിസ്കാരത്തിൽ അഫൂ ഉണ്ട്. നജസ് 3 വിധമാണ്: മുഗല്ലദ്, മുതവസ്സിത്ത്, മുഖഫഫ്. നായ, പന്നി എന്നിവയാണ് മുഗല്ലദ്. അവ കൊണ്ട് നജസായാൽ നജസിന്റെ തടി നീക്കിയതിനു ശേഷം അത് 7 തവണ കഴുകണം. ഒരു തവണ മണ്ണ് കലർന്ന വെള്ളം കൊണ്ടാവണം. എന്നാൽ മണ്ണുള്ള നിലത്താണെങ്കിൽ 7 തവണ കഴുകിയാൽ മതി. പ്രത്യേകം മണ്ണ് ചേർക്കേണ്ടതില്ല. പാൽ മാത്രം ഭക്ഷിക്കുന്ന 2 വയസ്സ് തികയാത്ത ആൺകുട്ടിയുടെ മൂത്രമാണ് മുഖഫഫായ നജസ്. നജസിന്റെ തടി നീക്കിയതിനു ശേഷം നജസായ ഭാഗം പൂർണ്ണമായും വെള്ളം കുടഞ്ഞാൽ അത് ശുദ്ധിയാകും. മുഗല്ലദും മുഖഫഫുമല്ലാത്ത നജസാണ് മുതവസ്സിത്ത്. മുതവസ്സിത്തായ നജസ് കൊണ്ട് മലിനമായ വസ്തുവിൽ നജസിന്റെ നിറം, മണം, രുചി എന്നിവയൊന്നുമില്ലെങ്കിൽ 1 തവണ അതിനു മുകളിലൂടെ വെള്ളം ഒഴുക്കിയാൽ മതി. നജസിന്റെ നിറം, മണം, രുചി എന്നിവയുണ്ടെങ്കിൽ അവ നീക്കിയാൽ മാത്രമേ ശുദ്ധിയാവുകയുള്ളൂ. എന്നാൽ നീക്കാൻ കഴിയാത്ത നിറമോ മണമോ അവശേഷിക്കുന്നതിൽ കുഴപ്പമില്ല. മുത്തനജിസ് കുറഞ്ഞ വെള്ളത്തിൽ ഇട്ടു കഴുകിയാൽ ശുദ്ധിയാവുകയില്ല. നജസായ ഭാഗത്ത് വെള്ളം ഒഴുക്കിയാണ് അത് ശുദ്ധീകരിക്കേണ്ടത്. ഇസ്തിൻജാ ചെയ്യുമ്പോഴും നജസിന്റെ നിറം, മണം, രുചി നീങ്ങുന്ന രീതിയിൽ ശുദ്ധിയാക്കണം. നജസിനെ വലിച്ചെടുക്കുന്ന കല്ല്, ടിഷ്യൂ തുടങ്ങിയവ കൊണ്ടും ഇസ്തിൻജാ ചെയ്യാവുന്നതാണ്. ഭക്ഷണ പദാർത്ഥങ്ങൾ കൊണ്ട് ഇസ്തിൻജാ ചെയ്യൽ ഹറാമാണ്. കല്ല്, ടിഷ്യൂ തുടങ്ങിയവ ഉപയോഗിക്കുമ്പോൾ ചില നിബന്ധനകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നജസ് ഉണങ്ങാതിരിക്കുക, പുറപ്പെട്ട സ്ഥലത്തു നിന്ന് നീങ്ങാതിരിക്കുക, മറ്റു വസ്തുവുമായി കൂടിക്കലരാതിരിക്കുക, നജസ് പുറപ്പെട്ട സ്ഥലം ശുദ്ധമാകുന്ന രീതിയിൽ 3 തവണ പൂർണ്ണമായി തടവുക തുടങ്ങിയവയാണവ. പ്രിയപ്പെട്ട കൂട്ടുകാർ, അതിന് താഴെയുള്ള അർത്ഥങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. വർക്ക് ബുക്കിൻ്റെ ലിങ്കുണ്ട്. ആ വർക്ക് ബുക്കിൽ അതിൽ കയറി നിങ്ങൾ
വർക്കുകൾ പൂർണ്ണമായി ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.